നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാനെയും സുരക്ഷാ സേനാ സംഘത്തെയും ചോദ്യം ചെയ്തു. സംഭവം നടന്നിട്ട് 5 മാസം പിന്നിട്ടപ്പോഴാണ് പോലീസ് ഇവരെ ചോദ്യം ചെയ്തതെന്നും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അതീവ രഹസ്യമായിട്ടായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നടന്ന ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ ഇപ്പോഴാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ സേനാ സംഘത്തിലെ സന്ദീപ് എന്നിവരെയാണ് ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP ചോദ്യം ചെയ്തത്. ഇദ്ദേഹം തിരുവനന്തപുരത്തെത്തി ഇരുവരുടെയും മൊഴിയെടുത്ത് എന്നതാണ് സൂചന. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിച്ചവരെയാണ് ഇരുവരും മർദ്ദിച്ചത്. മുഖ്യമന്ത്രിയുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് തങ്ങളുടെ ജോലിയാണ്. അതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. പരമാവധി 7 വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ഉള്ളതിനാൽ ഇരുവരുടെയും ചോദ്യം ചെയ്ത ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ തിരിച്ചയക്കുകയായിരുന്നു. ആലപ്പുഴയിൽ നവകേരള സദസ്സിനെത്തിയ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിനു മുന്നിൽ പ്രതിഷേധിച്ചതാണ് അനിൽകുമാർ, സന്ദീപ്, സുരക്ഷാ സേനയിലെ മറ്റു 3 ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് അജയനെയും തോമസിനെയും ക്രൂരമായി മർദ്ദിച്ചത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് പലതവണ ഇരുവർക്കും നോട്ടീസ് നൽകിയിരുന്നെങ്കിലും എത്തിയിരുന്നില്ല. ഔദ്യോഗിക തിരക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രതികൾ ഹാജരാകുന്നതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു എന്നും നിയമസഭയിലും ചർച്ചയായിരുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസ്, KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ് എന്നിവരാണ് പരാതിക്കാർ.